മഴ തോരും മുമ്പേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് സ്റ്റാൻലിയുടെ ആർഭാട ജീവിതം കണ്ടിട്ട് ആകെ സങ്കടം വരികയും ഇഷ്ടപ്പെടാതിരിക്കുകയൊക്കെ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഭക്ഷണം പാഴാക്കി കളയുന്നതിനോട് അലീനയ്ക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ഏത് രീതിയിലാണ് ശിക്ഷ നമുക്ക് കിട്ടുക എന്നൊന്നും അറിയത്തില്ലല്ലോ. പിന്നീടാണെങ്കിൽ അനാവശ്യത്തിന് ഡ്രസ്സ് അങ്ങനെ വാങ്ങിച്ച് കൂട്ടുന്നത്, ഈ ഒരു സ്വഭാവം, പപ്പയുടെ ഈ ഒരു സ്വഭാവം എനിക്ക് മാറ്റിയെടുത്തേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അലീന. എന്നിട്ട് അച്ഛനെ മാറ്റിയെടുത്തതുപോലെ പപ്പനെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, കുറച്ച് റിസ്ക്കാണ്. എന്തായാലും വേണ്ടിയില്ല, ഇതിനേക്കാളും വലിയ റിസ്ക്കൊക്കെ ഏറ്റെടുത്തിട്ടല്ലേ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റാൻലി ജോസഫ് എന്ന മഹാരാജാവിനെ ഞാൻ മാറ്റിയെടുക്കും, ഒരു പാവപ്പെട്ട ഒരു ആളെ പോലെ ആക്കിയെടുക്കും ഞാൻ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അലീന. അങ്ങനെ അക്കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ അതുവഴി പോകുന്നത് കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ ആരാ, ഞാൻ വന്നതിന് ശേഷം ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലല്ലോ, എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാനായിട്ട് അലീന പതുക്കെ പോയി നോക്കുന്ന സമയത്ത് കിച്ചൻ്റെ ഭാഗത്തോട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് സംസാരമൊക്കെ കേൾക്കുകയാണ്. ഇനിയിപ്പോൾ പൗലോസേട്ടൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ ബൈജുവേട്ടൻ്റെ ഭാര്യയോ അങ്ങനെ ആരെയും ആയിരിക്കുമോ എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ വരികയാണ്. അങ്ങനെ പിന്നീട് അലീന അവരൊന്നും കാണാതെ എന്താണ് അവർ സംസാരിക്കുന്നത് എന്നറിയാനായിട്ട് പോയി നോക്കുകയാണ്. ആ സമയത്ത് പൗലോസേട്ടൻ പറയുന്നുണ്ട്, എടി ഇനിയിപ്പോൾ ആദ്യത്തെ പോലെയൊന്നും നടക്കത്തില്ല. കാരണം നമ്മുടെ കേണൽ സാബിൻ്റെ മോള് എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുച്ചിനെ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കാൻ പ്രയാസമായിരിക്കും. ആ കൊച്ചാണെങ്കിൽ എല്ലാം മേൽനോട്ടം വഹിക്കുന്ന ഒരു കൊച്ചാണ്. എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് ഓരോ അരും മുക്കും മൂലയും അരിച്ച് പെറുക്കി നടക്കുകയാണ്. ഇവിടെ ഇനി ഇങ്ങനെയൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ആ കൊച്ചിനാണെങ്കിൽ ഭക്ഷണം പാഴാക്കി കളയുന്നതിനോടൊന്നും താല്പര്യമില്ലാത്ത കൊച്ചാണ്. അതിനെക്കൊണ്ട് തന്നെ ഇനി നമ്മൾ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. തൽക്കാലം ഇതാരും കാണാതെ കൊണ്ടുപോകാൻ നോക്ക്. നീ വരുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ, ശ്രദ്ധിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ വരുന്ന സമയത്ത് ആരെയും കണ്ടില്ല. ഇനിയിപ്പോൾ കണ്ടാലും കുഴപ്പമുണ്ടോ? കേണൽ സാർ അറിഞ്ഞാലും ഇവിടെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി എന്ത് ചെയ്താലും അദ്ദേഹത്തിന് കുഴപ്പമില്ലല്ലോ, അതിനെക്കൊണ്ട് അത് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം, അതിൻ്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഞാൻ നിനക്ക് അരിയും സാധനവുമായിട്ട് ഇവിടെ വെച്ചുണ്ടാക്കാത്തത് തന്നെ എടുത്ത് തരാറുണ്ടല്ലോ, വീട്ടിലേക്ക് ആവശ്യമായത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യവും വന്നിട്ടില്ല. എല്ലാം ഇവിടെ നിന്ന് ഞാൻ ഒപ്പിച്ച് തരികയാണല്ലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളമൊക്കെ നമുക്ക് കരുതി വെക്കാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷേ ഇനിയൊന്നും അത് നടക്കത്തില്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ടാണ് അലീന നിൽക്കുന്നത്. അപ്പോൾ അലീന ചിന്തിക്കുന്നുണ്ട്, ഓഹോ, അപ്പം ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെയൊരു അഴിമതിയും നടക്കുന്നുണ്ടല്ലേ. മൊത്തത്തിലൊന്ന് പൊളിച്ച് അടുക്കേണ്ട അവസ്ഥയാണല്ലോ എനിക്കുള്ളത്. ഇതൊക്കെ പപ്പ അറിയുന്നില്ലല്ലോ. അല്ലെങ്കിലും പപ്പയ്ക്ക് അറിഞ്ഞാലിപ്പം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ അതൊന്നും നടക്കത്തില്ല. പപ്പയ്ക്ക് എന്തായാലും ചതിയും ഇതൊന്നും വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് അറിയിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആ സ്ത്രീ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴാണ് അലീന അവരെ തടഞ്ഞു നിർത്തുന്നത്. അങ്ങനെ ആ പെൺകൊച്ചിനെ കണ്ടിട്ട് ആ സ്ത്രീ ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഈ കൊച്ചിനെ കുറിച്ചാണോ ഇപ്പോൾ പൗലോസേട്ടൻ പറഞ്ഞത്? ഇനിയിപ്പോൾ ഇത് എൻ്റെ സഞ്ചി എങ്ങാനും ചെക്ക് ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് പതുക്കെ ആ സഞ്ചി ബാക്കോട്ട് പിടിക്കുന്നുണ്ട് ആ സ്ത്രീ. അപ്പോഴാണ് അലീന, എന്താ നിങ്ങളുടെ കയ്യിൽ, നിങ്ങളെന്തോ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, പൗലോസേട്ടൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത്, ഓഹോ, പൗലോസേട്ടൻ്റെ ഭാര്യയാണല്ലേ, ഓക്കെ, ഭാര്യയൊക്കെ കാര്യം ശരി, പക്ഷേ ഇവിടെ നിന്ന് എന്താ കൊണ്ടുപോകുന്നത്, അത് ഒളിച്ചും മറിച്ചും എന്തോ അടിച്ചു മാറ്റി കൊണ്ടുപോവുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട്, ഇങ്ങ് തന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സഞ്ചി വാങ്ങിച്ച് നോക്കുന്ന സമയത്ത് കുറേ പയറുകളും അരികളും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അലീന, ഇതെന്താ ഇത്, വേവിച്ച ഭക്ഷണവും അല്ലല്ലോ, ഇവിടെയുള്ള സാധനങ്ങൾ മൊത്തം വാങ്ങിച്ചത് എടുത്തുകൊണ്ട് പോവുകയാണോ, ഇവിടെയുള്ള സാധനങ്ങൾ കൊണ്ടാണോ നിങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ പൗലോസേട്ടൻ ഇവിടെ ആവശ്യമില്ലാത്തതൊക്കെ തരാറുണ്ട്, അല്ലാതെ ആവശ്യമുള്ളതൊന്നും എടുത്ത് തരാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പോൾ അരിയും ആവശ്യമില്ലാത്തതായിരിക്കുമല്ലേ, ഇവിടെ അപ്പോൾ അരിയൊന്നും എല്ലായിരിക്കും സ്ഥിരമായിട്ട് വേവിച്ച് കഴിക്കുന്നതല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും മിണ്ടാനാവാതെ ആ സ്ത്രീ തല താഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഇനി ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നടന്നു പോകരുത്, ഇതിന് മോഷണം എന്നല്ലേ പറയുക, അതും ഇതിൻ്റെ യഥാർത്ഥ അവകാശം അറിയാതെ നിങ്ങളൊരു സാധനം എടുത്തുകൊണ്ട് പോകുന്നത് എത്ര തെറ്റാണ്, നിങ്ങൾക്കെന്താ ദൈവത്തിനെ പേടിയില്ലേ, ഇതിനൊക്കെ എന്തൊക്കെ ശിക്ഷ നിങ്ങൾക്ക് തരാൻ പോകുമെന്നുള്ളതൊന്നും നിങ്ങൾക്കറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനെ അങ്ങ് വല്ലാണ്ടാക്കി വിടുകയാണ്. അങ്ങനെ നേരെ ഇക്കാര്യത്തെക്കുറിച്ച് പൗലോസേട്ടനോട് ചോദിച്ചാൽ പറ്റുകയുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇനി ഒരു അഴിമതിയും നടത്താൻ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ തന്നെ പപ്പനെ മാറ്റിയെടുക്കണമെന്ന് ചിന്തിച്ച് നടക്കുവാണ് ഞാൻ. അതിനിടയ്ക്ക് പണിക്കാരെയും മാറ്റിയെടുക്കേണ്ട
പോകേണ്ട അവസ്ഥയാണല്ലോ ഈശ്വര എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് അലീന.